കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ഏത് രൂപമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം. ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. ആ കളഭാലങ്കാരത്തിലൂടെ ഓരോ ദിവസവും വ്യത്യസ്തമായ അലങ്കാരങ്ങളുമായിട്ട് നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ആയിട്ട് അനുഗ്രഹിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ രൂപങ്ങളാണ്. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് ആ അനന്ത പത്മനാഭൻ്റെ ആ വിഗ്രഹവും കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. അതൊക്കെ കണ്ട് വലതേ വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നിറയെ തിളക്കാട്ടൊന്ന് മൊത്തത്തിൽ തിളക്കം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒന്നുകൂടി തിളക്കമുണ്ട്. അപ്പോൾ ആ നെയ്വിളക്കിൻ്റെയൊക്കെ പ്രഭയാണ്. അതിൽ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒക്കെ വലിയ ഒരു വേഷത്തിലാണ്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. മുകളിലൊരു 5 ഗോപീതിലകം കൊണ്ടൊരു മാല, അതിൻ്റെ തിളക്കാട്ടോ. അപ്പോൾ അതാണ് ഇത്രത്. പിന്നെ ഒരു വളയം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ, അതിൻ്റെയും തിളക്കമുണ്ട്. ഇടത്തെ കൈ നേരെ അരയിൽ അങ്ങനെ കുത്തി നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ പുഞ്ചിരി, മുഖത്തൊരു പുഞ്ചിരി. ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ആ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇടത് വശത്ത് ഒരു വലിയ കലത്തിൽ നിറയെ വെണ്ണ ഉണ്ട് കേട്ടോ. വെണ്ണ എടുത്ത് കഴിക്കണമൊന്നുമില്ല, വെണ്ണ അവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാണ് അതിൻ്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ്, അവർക്ക് ആ വെണ്ണ എടുത്ത് കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. അതാണ് ഇപ്പോൾ ഇത്ര ചിന്തിച്ച് നിൽക്കുന്നത്. അരയിൽ കയ്യൊക്കെ കുത്തിയിട്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നിങ്ങനെ മക്കളെ എവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എല്ലാ അമ്പാടി വാസികളൊക്കെ വരൂ, വെണ്ണ ധാരാളം ഉണ്ട് തരാൻ കൂട്ടുകാരോട് പറയുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. നമുക്കും തരും കേട്ടോ, ഇപ്പോൾ ചോദിച്ചാൽ നമുക്കും തരും, അപ്പോൾ നമുക്കും ചോദിക്കാം. അങ്ങനെ ആ ഒരു കാഴ്ച കാണാനുണ്ട്. പിന്നെ തിരുമുടിമാല 2 എണ്ണം ഉണ്ട്. 2 തിരുമുടിമാല, വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതാണ്. അതേപോലെ തുളസിയും തെച്ചിയും ഇട്ട് ഉണ്ടമാല 1 എണ്ണമാണ്. ഉണ്ടമാല എന്ന് പറഞ്ഞാൽ അത് ഏകദേശം തെച്ചി, തുളസി, വെളുത്ത പൂവ് അങ്ങനെ കൂടിയിട്ട് തിക്കായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് ആ ഉണ്ണിക്കണ്ണനെ കാണുകയാണ്. ആ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ ഉണ്ണിക്കണ്ണനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. വെണ്ണ വേണമെങ്കിൽ വേണ്ടവരൊക്കെ ചോദിച്ചോളൂ കേട്ടോ, തരും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളി, ആലിലക്കണ്ണനെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്, കാതിൽ കടുക്കന് അണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് പോരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കാണാം, കൃഷ്ണൻ വന്ന് നിൽക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത്, ശ്രീകൃഷ്ണൻ്റെ അവിടെയൊക്കെ ഒന്ന് മാലകളുണ്ട് കേട്ടോ. പിന്നെ മുരുകനെ കണ്ട് തൊഴുക. മുരുകന് വന്നാൽ അവിടെ നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ ഒരു വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ വിചാരിച്ച് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ കൊടിമരവും അതേപോലെ നൃത്താറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും മേൽപ്പത്തൂരിനെ, നാരദരെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമുക്ക് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തിയിട്ട് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരിയത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അമ്മയെ നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഗോളക തന്നെയാണ്. ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ, ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. ഇന്ന് ധാരാളം അർച്ചനകൾ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് അങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ വന്ന് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് ആ വിഗ്രഹം കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് എത്തി ആ കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ആ പ്രദക്ഷിണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.